മനഃപൂർവ്വമല്ലായിരുന്നു മോനെ, സാഹചര്യങ്ങൾ. കഴിഞ്ഞ വർഷം മേനോൻ സാറിന്റെ എസ്റ്റേറ്റിൽ ഓഡിറ്റിങ്ങിന് വേണ്ടി പോയപ്പോ എനിക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യാൻ സഹായിയായിട്ട് നിന്നത് മേഴ്സിയായിരുന്നു. അവളുടെ മുഴുമുഴുത്ത അവയവങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണവും മോഹിപ്പിക്കുന്ന ചലനങ്ങളും ദഹിപ്പിക്കുന്ന നോട്ടവും എന്നെ ഞാനല്ലാതാക്കി. ഒരു ദിവസം സാറ് ഫയലൊന്നും എടുത്തോട്ടെ. സാർ എന്തായി കാണിച്ചത്? മേഴ്സി, ഞാനെന്താ മേഴ്സിയാണെന്ന് വിചാരിച്ചോ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ... എന്തിഷ്ടം? പ്രേമമോ? നിങ്ങൾ വിവാഹിതനല്ലേ? ആയിരുന്നു, പക്ഷേ ഭാര്യ മരിച്ചപ്പോൾ... ഈ കളിയൊന്നും മേഴ്സിയോട് വേണ്ട. സ്റ്റുപ്പിഡ്. എനിക്ക് വാശിയായി. പലപ്പോഴും അവൾ എന്നെ പ്രലോഭിപ്പിച്ചു. ഒരു ദിവസം സാർ സാർ സോറി സാർ. ചിലതല്ലേ, ഫെബ്രുവരി ഫയൽ നോക്കിയില്ലല്ലോ. എന്താ പിണക്കമാണോ? സാറിന് മാത്രമല്ല വിഷമം, എനിക്കും ഉണ്ട്. ഇന്നലെ എനിക്കിഷ്ടാ. ഞാൻ കീഴടങ്ങാം, പക്ഷേ നിങ്ങൾ ആണുങ്ങള് കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ... എല്ലാ ആണുങ്ങളെ പോലെയാണോ എന്നെ മേഴ്സി കരുതിയിരിക്കുന്നത്? അല്ല, ഗന്ധർവൻ സ്വപ്നത്തിൽ പല ദിവസവും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ അന്ന് അത്രയും പോസ് കാണിച്ചത്? എന്നെ കല്യാണം കഴിക്കുവോ? എങ്കിൽ ഞാൻ ഓക്കെ. പേടിച്ചു പോയോ? നല്ല ആളാ. ആ ഡ്രൈവറുടെ കൂടെ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അയാളുടെ ഒരു നോട്ടവും ചിരി അസത്ത്. അവൻ പാവോ മേഴ്സി. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് പെട്ടെന്ന് പോയാ മതി. 800 രൂപ വാടകയുള്ളൊരു മുറി എടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമല്ലേ? ആദ്യം രസത്തിന്, പിന്നീട് അവളുടെ ഇഷ്ടത്തിന്. പല ദിവസങ്ങൾ. അവൾ ഗർഭിണിയായി. അബോർട്ട് ചെയ്യാൻ പറഞ്ഞു, വഴങ്ങിയില്ല. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു, അനുസരിച്ചില്ല. അവസാനം എന്തായാലും എനിക്കൊരു പെണ്ണ് വേണം, അത് അവൾ തന്നെ ആവട്ടെ ഞാനും തീരുമാനിച്ചു. അന്ന് അവൾ പ്രദീപിന്റെ ക്വാർട്ടേഴ്സിൽ പോയ ദിവസം എനിക്ക് ഫോൺ ചെയ്തിട്ട് അടുത്ത ദിവസം അവളുടെ ഗർഭത്തിന് സമാധാനം പറഞ്ഞില്ലെങ്കിൽ എന്നെ മാറ്റുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞാൻ അവളെ കാണാൻ പ്രദീപിന്റെ ക്വാർട്ടേഴ്സിലെത്തി.
അത് ശരി. നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണല്ലേ? സമാധാനം പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ നാറ്റിക്കുമല്ലേ? മോഹൻ സാർ, അത് ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ എത്ര പേരെ അടി നീ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? നിന്നെ പോലെയുള്ള നായ്ക്കൾ കണ്ടടന്നിറങ്ങി നടന്നിട്ട് പിന്നെ സ്ത്രീ പീഡനം, ആ പീഡനം, മറ്റേ പീഡനം എന്നൊക്കെ പറഞ്ഞ് എത്ര കുടുംബങ്ങളാടി തകർത്തത്? എത്ര ജീവിതങ്ങളാടി നശിപ്പിച്ചത്? നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. സിദ്ദിഖേ, നാളെ രാവിലെ എന്റെ ജീവിതത്തിലെ 2ാം അധ്യായം തുടങ്ങാൻ പോവുകയാണ്. അതായത് മൃദുല എനിക്ക് സ്വന്തമാവാൻ പോകുന്നു. അതുവരെ നീ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ടാവണം. എല്ലാരും സെൽഫിഷാണ് സിദ്ദിഖേ. പക്ഷെ ഞാൻ കാരണം പ്രദീപിനോ തനിക്കോ ഒരു കഷ്ടവും വരില്ല. എല്ലാം ഞാൻ സോൾവ് ചെയ്തോളാം. ഓക്കെ?